മിനിറ്റുകൾക്കുള്ളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഈ ഒരു മത്തി വറ്റിച്ച് പൊരിച്ചത് ഉണ്ട് എന്നുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട കേട്ടോ. ചോറിൻ്റെ കൂടെ അടിപൊളി ടേസ്റ്റാണ്. എത്ര കഴിച്ചാലും മതി വരില്ല. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഈ ഒരു മത്തി വറ്റിച്ച് പൊരിച്ചത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ എടുക്കാം കേട്ടോ, അതാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഈ ഒരു സമയം ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. ഇനി ഈ എണ്ണയിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 2.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടിയാണെങ്കിൽ ഇത്ര വേണ്ടിട്ട് എരിവുണ്ടാവും. പിന്നെ ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഈ ഒരു മസാലയുടെ പച്ചമണമൊക്കെ മാറി വരുന്നവരെ കൈയെടുക്കാതെ തന്നെ ഇളക്കി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചെറിയുള്ളി ചതച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവർ കൊടുക്കൂട്ടോ. പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നാൽ ഇതിലേക്ക് ചെറു നെല്ലിക്ക വലുപ്പത്തിൽ പുളി കുറച്ച് നേരം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു പുളിവെള്ളം കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. പുളിവെള്ളം ഒരിക്കലും കൂടി പോകരുത് കേട്ടോ. ചെറിയൊരു കഷ്ണം പുളി മതിയാവും. കൂടിപ്പോയാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. മസാലയൊക്കെ നന്നായിട്ട് കുറുകി വന്നാൽ പാനിൽ ഇതുപോലെ ഒന്ന് നിരത്തി വെച്ചതിന് ശേഷം ഇനി ഇതിലേക്ക് മത്തി നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് ഇതുപോലെ വരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് നിരത്തി വെച്ച് കൊടുക്കാം. മുകളിലായിട്ട് കുറച്ച് ചതച്ച മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നിർബന്ധമില്ല, വീഡിയോയിൽ കാണാനൊരു ഭംഗിക്കും കൂടി ഇട്ട് കൊടുത്തതാണ്. എരിവ് കൂടുതൽ വേണ്ടാന്നുള്ളവർ ഇത് സ്കിപ്പ് ചെയ്യാം കേട്ടോ, ഇട്ട് കൊടുക്കണമെന്നില്ല. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് നന്നായിട്ട് താഴ്ഭാഗമൊക്കെ നന്നായിട്ട് കുക്കായിട്ട് വന്നാൽ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എല്ലാതും മറിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇനി മുകളിൽ കുറച്ച് കറിവേപ്പിലൊന്ന് വിതറി കൊടുക്കുന്നുണ്ട്. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ കിടന്നിട്ട് 2 ഭാഗവും നന്നായിട്ട് പൊരിച്ച പോലെ നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വരണം കേട്ടോ. അപ്പോൾ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് 2 ഭാഗവും നന്നായിട്ട് മൊരിഞ്ഞ് വന്നാൽ പാനിൽ നിന്ന് മാറ്റാം. ശരിക്കും ഇത് മാത്രം മതി കേട്ടോ. നല്ല മസാല ഒക്കെ പിടിച്ചിട്ട് ഉള്ളൊക്കെ നല്ലൊരു ഫ്ലേവറുമാണ് കേട്ടോ. ചോറിൻ്റെ കൂടെ അടിപൊളി ടേസ്റ്റാണ്. ഒരിക്കൽ ഉണ്ടാക്കിയാൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇത് ഉണ്ടാക്കും കേട്ടോ. അത്രയും അടിപൊളി ടേസ്റ്റാണ്. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണേ. അപ്പോൾ ഇനിയും ഇതുപോലുള്ള റെസിപ്പികൾക്കായിട്ട് പെപ്പറായിട്ട് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.